നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 വ്യാപന പശ്ചാത്തലത്തിൽ ആവശ്യത്തിന് മരുന്നോ ആഹാരമോ ചികിത്സാ സൗകര്യങ്ങളോ ലഭിക്കാതെ ഗൾഫ് മേഖലയിൽ കടുത്ത ആശങ്കയോടെ കഴിയുന്ന പ്രവാസികൾക്കായി ആശ്വാസ വാർത്ത. വിദേശത്തെ ലേബർ ക്യാമ്പുകളിൽ ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. എംബസികൾ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ഇതിനായി ഇടപെടും. ആവശ്യമെങ്കിൽ മരുന്ന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകും. വിദേശത്ത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ നടപടി സ്വീകരിക്കും. കൂടാതെ പ്രവാസി മലയാളികളിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മുൻഗണന നൽകുമെന്നും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. അതേസമയം ലോക്ക്ഡൌണിന് ശേഷം എല്ലാവരെയും നാട്ടിലെത്തിച്ചാൽ ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ പ്രവാസികൾ മെയ് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. വിമാനം ചാർട്ടർ ചെയ്തെത്താൻ വിദേശത്തുള്ള മലയാളി സംഘങ്ങൾ സന്നദ്ധരാണ്. ജോർദാനിലെ സിനിമാ സംഘവും മൾഡോവയിലെ വിദ്യാർത്ഥികളും അതിനായി താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട്. സ്ഥിതി മെച്ചപ്പെടുമ്പോൾ എല്ലാവരെയും തിരികെ എത്തിക്കും. ഫിലിപ്പീൻസിലും മോൾഡോവയിലും കുടുങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി മുരളീധരൻ അറിയിച്ചു. അതേസമയം 5,39,000 പേരെ പരിശോധിച്ചതായി UAE അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 2,000 പേർക്ക് രോഗമുണ്ടെന്നും സ്ഥിരീകരിച്ചു. ഗൾഫിൽ ഇന്ത്യൻ എംബസിയുടെ ക്വാറന്റൈൻ സൗകര്യം ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വിമാന സർവീസ് ആരംഭിക്കുന്നത് അവസാനം മതിയെന്നാണ് കേരളത്തിൻ്റെയും ശുപാർശയെന്നും അദ്ദേഹം വിദേശ മലയാളികളുടെ ആശങ്കകൾക്ക് മറുപടി പറയവെ പ്രമുഖ മലയാളം വാർത്താ ചാനലിനോടായി പറഞ്ഞു. അതിനിടെ വെള്ളിയാഴ്ച കൊച്ചിയിലും ഡൽഹിയിലും മൃതദേഹങ്ങൾ എത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികൾക്ക് വൈദ്യപരിശോധനയും ആവശ്യമായ ഭക്ഷണ താമസ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കോവിഡ്-19 രോഗബാധിതരുടെ എണ്ണം ഗൾഫ് നാടുകളിൽ വർദ്ധിക്കുകയാണ്. ഇതുവരെ 6 ഗൾഫ് രാജ്യങ്ങളിലുമായി രോഗം ബാധിച്ചവരുടെ എണ്ണം 11,000 കടന്നു. രോഗബാധിതരിൽ വലിയൊരു വിഭാഗവും ഇന്ത്യക്കാരാണ്. ഇതുവരെ രോഗബാധയെ തുടർന്ന് 70 പേർ മരിച്ചു. ഇതിൽ 44 മരണവും സൗദി അറേബ്യയിലാണ്. സൗദിയിലെയും UAE-യിലുമായി ഓരോ മലയാളികളും മരിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ രോഗം സ്ഥിരീകരിച്ച 910 പേരിൽ 479 പേരും ഇന്ത്യക്കാരാണ്. അതേസമയം കോവിഡ് രോഗബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ഗൾഫിലെ പ്രവാസി മലയാളികളും ആശങ്കയിലാണ്. ലോക്ക്ഡൌണിൻ്റെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾക്കിടയിൽ വൈറസ് വ്യാപനത്തിനുള്ള സാധ്യത ഏറുകയാണ്. സാധാരണക്കാരായ തൊഴിലാളികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസി മലയാളികളിൽ 50%. ലേബർ ക്യാമ്പുകളിലും ഒറ്റമുറി പങ്കിട്ടും കഴിയുന്ന ഇവരിൽ ലോക്ക്ഡൌണിൻ്റെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ വൈറസ് പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യവും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.